അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, നാം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകത്തുള്ള ലാഭവും നഷ്ടവുമാണ് യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടം എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ ചിന്താഗതിയോടും ഈ വിശ്വാസത്തോടും നാം നീതി പുലർത്തുന്നവരാണോ? സുബഹി നിസ്കാരം നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സാധിച്ചു. അതിനുശേഷം നാം വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഒരു അപകടം പറ്റി. അതിനുശേഷം വീണ്ടും നാം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിസ്കരിക്കാത്ത ഒരാൾ നമുക്ക് എതിരെ വരുന്നു. നാം എന്താ ചിന്തിക്കുന്നത്? നിസ്കരിച്ചു, എന്നിട്ടും അല്ലാഹു തആല എനിക്ക് ഈ ഗതിയാണല്ലോ തന്നതെന്ന്. പലപ്പോഴും അങ്ങനെയല്ലേ? ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടും പ്രയാസവും മാറിപ്പോകുന്നില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ പരീക്ഷണം എന്നത്, കഷ്ടപ്പാട് എന്നത് എന്താണ്? കൈ ഒടിഞ്ഞതോ അല്ലെങ്കിൽ ആ അപകടം പറ്റിയതല്ല ബഹുമാനികളെ. പിന്നെയോ, നിസ്കരിക്കാത്ത ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്കരിക്കാതിരുന്നതാണ് ഏറ്റവും വലിയ അപകടം. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി, നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി എന്നതാണ്. ഇവിടെ നാം ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല അവരെ ഓർക്കുവാനും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ തൗഫീഖ്. അത് ചെയ്യുന്നില്ല എങ്കിൽ, അതിന് നമുക്ക് തൗഫീഖ് കിട്ടുന്നില്ല എങ്കിൽ, അതാണ് ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് നാം കാണേണ്ടത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ആരാധനാ കർമ്മങ്ങളൊക്കെ നാം ചെയ്തിട്ടും എന്നിട്ടും കഷ്ടപ്പാടുകൾ മാറുന്നില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടാണ് നാം ഇതൊക്കെ ചെയ്തത് എന്ന ചിന്താഗതിയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയേക്കുന്ന തൗഫീഖായിട്ട് നാം അതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ അപകടകരമായ കാര്യമാണ്. ഒരിക്കൽ ഈസ നബി അലൈഹിസ്സലാമും അനുയായികളും ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുമ്പോൾ, ജനനിബിഡമായ ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുമ്പോൾ വിചിത്രമായ ഒരു ഹംദ് കേൾക്കാൻ ഇടയായി. എന്താണ് ഹംദ്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബുതുലിയ ബിഹി കസീറും മിൻ ഖൽഖിഹി. അല്ലാഹുവേ, നിന്റെ അടിമകളിൽ നിന്നും ഒരുപാട് ആളുകളെ നീ പരീക്ഷണത്തിന് വിധേയമാക്കി, അതിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയതിന് നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈസ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, എന്ത് പരീക്ഷണത്തിൽ നിന്നാണ് അല്ലാഹു തആല നിന്നെ രക്ഷപ്പെടുത്തിയേക്കുന്നത്? ആ മനുഷ്യനിക്ക് കണ്ണിന് കാഴ്ചയില്ല, വെള്ളപ്പാണ്ട് രോഗമാണ്, കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ ഇങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനാണ് പറയുന്നത്, അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും, ഒരുപാട് ആളുകൾ നീ പരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്, ആ പരീക്ഷണത്തിൽ നിന്നെല്ലാം എന്നെ നീ രക്ഷപ്പെടുത്തിയത് കൊണ്ട് നിനക്ക് ഞാൻ സ്തുതി അർപ്പിക്കുകയാണെന്ന് പറയുകയാണ്. ഈസ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്ത് പരീക്ഷണത്തിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടേക്കുന്നത്? കണ്ണിന് കാഴ്ചശക്തിയില്ല, വെള്ളപ്പാണ്ട് രോഗമാണ്, കുഷ്ഠരോഗമാണ്, എന്ത് പരീക്ഷണത്തിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടേക്കുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, എന്താണ്? അല്ലയോ ഈസ നബിയെ, അള്ളാഹുവിനെ ഓർക്കാത്ത എത്രയോ ആളുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ നോക്കൂ, ആ ജനനിബിഡമായ മാർക്കറ്റിലേക്ക് നിങ്ങൾ നോക്കൂ. എത്രയോ ആളുകൾ ഹറാമായ രീതിയിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നു. അള്ളാഹുവിനെ ഓർക്കാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നു. സത്യത്തില് ഇതെല്ലാം എന്റെ ശരീരത്തിൽ ബാധിച്ചേക്കുന്ന പ്രശ്നമല്ലല്ലോ പ്രശ്നം. പരീക്ഷണം യഥാർത്ഥത്തിൽ അവിടെയാണ്. അള്ളാഹുവിനെ ഓർക്കാൻ നിൽക്കാതെ, അള്ളാഹു തആല നൽകിയേക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെയുള്ള ആ ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ പരീക്ഷണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും അവന്റെ അനുഗ്രഹത്തിന്, അള്ളാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞു എന്ന ആ നിഅമത്തിന് ഹംദ് പറയാനും എനിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നതെന്ന് ഈ മനുഷ്യൻ പറയുകയുണ്ടായി. ബഹുമാനികളെ, അത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ നമുക്ക് നൽകിയേക്കുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, അതിനുവേണ്ടി അള്ളാഹുവിനോട് നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നമ്മുടെ യഥാർത്ഥ പരീക്ഷണമായിട്ട് നാം കാണേണ്ടത്, ആരാധനാ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തേണ്ട സാഹചര്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നാൽ, അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് നാം കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്നും അകലം പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരു സഹോദരി ഹജ്ജിനും ഉംറക്കും വേണ്ടി നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഖൈറായ നിലയിൽ എളുപ്പത്തിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആ സഹോദരിക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു തആല അവന് ഇഷ്ടപ്പെടുന്ന നിലയിൽ തന്നെ മനസ്സിന്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.